റെക്കോർഡിങ് തുടങ്ങുന്നേ ഉള്ളൂ. പറയാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്യണോ? അല്ലല്ല, നിങ്ങൾ റെക്കോർഡ് ചെയ്യണ്ട. അല്ല, പറയാം. നിങ്ങളുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ റെക്കോർഡിങ് തുടങ്ങണം. അത് പറയാം. ഈ പറഞ്ഞോട്ടിരുന്ന് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ ആരെയും കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല. അപ്പോ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാവരും വിചാരിക്കും ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ. അപ്പോൾ അത് ക്ലാസ് എടുക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമായിരിക്കും. സോ മാത്രമല്ല, ഓഡിയൻസ് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പം ഞാനൊക്കെ ക്ലാസ് സെമിനാർ ഇങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെയോട് പറയും നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അപ്പോൾ അതൊന്നും ഇവിടെ പറ്റില്ലല്ലോ. സോ എല്ലാവരും ചാടിക്കയറി പറയാൻ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചു പൊക്കോളൂ. നമുക്കപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. എല്ലാത്തിനും എൻ്റെ അടുത്ത് ആൻസർ ഉണ്ടാവണമെന്നില്ല. ഉള്ളത് ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ. റെക്കോർഡിംഗ് തുടങ്ങിയോ? ഹരി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഹലോ, ഹരി കേൾക്കുന്നുണ്ടോ? ഹരി ഉണ്ടോ ഓൺലൈനില്? ആണല്ലേ. ഓക്കെ, മുസ്ന, ഐ തിങ്ക് യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പോൾ പറയാനുള്ളത്, ഞാനും നിങ്ങളോടൊപ്പം തന്നെയുള്ള ആളാണ്. ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒരു വർഷം മുന്നേ ആയിരിക്കും, പലരും എന്നേക്കാൾ ഏജ്ഡ് ആയിരിക്കും, അല്ലെ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് സോഷ്യൽ സൈക്കോളജി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ കോഗ്നിഷൻ, സോഷ്യൽ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ ചോദിച്ചോളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പോൾ ചോദിച്ചാലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. അപ്പോൾ എന്താ സോഷ്യൽ സൈക്കോളജി, ആരെങ്കിലും പറയോ? ഓക്കെ, ആരും പറയില്ല? ഓഡിബിൾ ആണോ? യെസ്. ഹ്യൂമൻ ബീങ്സിന്റെ സോഷ്യൽ ബിഹേവിയർ ഉണ്ടല്ലോ, അതിന്റെ നേച്ചറും കോസസും ഒക്കെ ഒരു സയന്റിഫിക്കായും സിസ്റ്റമാറ്റിക്കായും സ്റ്റഡി ചെയ്യുന്നൊരു സൈക്കോളജിന്റെ ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി. യെസ്, അത് തന്നെ. അപ്പോൾ കൂടുതലൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എങ്ങനെ, ഫീലിംഗ് എങ്ങനെയാണ്, തോട്ട്സ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അവർക്ക് ഷേപ്പ് ചെയ്യപ്പെടുന്നത്, അതിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനൊക്കെ പഠിക്കുന്ന ഒരു സൈക്കോളജിയുടെ ഒരു എന്താണ് ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ, സോഷ്യൽ സൈക്കോളജി is scientific in nature. That is,
നമ്മൾ സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അപ്പോൾ ഒരു സയൻസ് എന്താണ് നമ്മൾ പറയില്ലേ, ചില ബേസിക് വാല്യൂസ് ഉണ്ടാവും ഒരു സയൻസ് ആകുമ്പോൾ. ആ ഒരു വാല്യൂസ് സോഷ്യൽ സൈക്കോളജിയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില എന്താണ് സർട്ടൺ ബേസിക് മെത്തേഡ്സ് ഉണ്ടാവും നമുക്ക് സയൻസിൽ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതും സോഷ്യൽ സൈക്കോളജി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ എന്താണ് വാല്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് അക്യുറസി, ഒബ്ജക്റ്റിവിറ്റി, സ്കെപ്റ്റിസിസം, ഓപ്പൺ മൈൻഡഡ്നെസ് തുടങ്ങിയൊക്കെ. അപ്പോൾ അക്യുറസി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലോ, നമ്മൾ വേൾഡിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ അതിലെങ്ങനെയാണ് അക്യുറസി, അത് നമ്മൾ വളരെ കെയർഫുൾ, പ്രിസൈസ്, എറർ ഫ്രീ ആയിട്ട് എടുക്കുമ്പോഴാണ്, അങ്ങനെയുള്ള മാനറിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളത് അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അക്യുറസി ഒരു വാല്യൂ ആണ്. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റിവിറ്റി. ഒന്നുമില്ല, നമ്മൾ സബ്ജക്റ്റീവ് ബയസസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം പോസിബിളായിട്ട് ബയസിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ബയസിൽ നിന്നും ഒഴിവായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുക. പിന്നെയുള്ളതാണ് സ്കെപ്റ്റിസിസം. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ശരിക്കും എന്താ, എല്ലാത്തിനും ഒരു സംശയത്തോടെ നോക്കുക എന്ന് വെച്ചാൽ ഏതൊരു തിയറി ആണെങ്കിലും ഏതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നത് വരെ നമ്മളത് ഓക്കെ ഇത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം സയൻസിനുള്ള ഒരു കാര്യമാണ് അല്ലേ. എന്താണ് കമ്മിറ്റ്മെന്റ് ടു ആക്സെപ്റ്റിംഗ് ഫൈൻഡിങ് ആസ് അക്യുറേറ്റ് ഓൺലി ടു എക്സ്റ്റെൻഡ് ദേ ഹാവ് ബീൻ വെരിഫൈഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അപ്പോൾ സ്കെപ്റ്റിസിസവും സോഷ്യൽ സൈക്കോളജി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. നമുക്ക് ചില ബിലീവ്സ് ആൻഡ് നമ്മൾ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ടാവും. അത് എത്ര സ്ട്രോങ്ലി നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് തെറ്റാണെന്ന് വേറൊരാൾ കണ്ടുപിടിക്കുകയാണ് വിത്ത് എവിഡൻസ്. അപ്പം നമ്മൾ നമ്മുടെ വ്യൂ മാറ്റാൻ ഓപ്പൺ ആയിരിക്കണം. അതാണ് ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ബേസിക് മെത്തേഡ്സ് ലൈക്ക് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, കോറിലേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സയൻസ് ഫോളോ ചെയ്യും പോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇതൊരു സയൻസ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെയുള്ളത് സോഷ്യൽ സൈക്കോളജി ഫോക്കസസ് ഓൺ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇൻഡിവിജ്വൽ സൊസൈറ്റീനെ മുഴുവനായിട്ട് അങ്ങ് പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല റിലീജിയൻ ആണെങ്കിലും പല കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇപ്പം മാരേജ്, കോഴ്ഷിപ്പൊല്ലൊക്കെ പല ഓരോ കാര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ അല്ലേ. എങ്കിലും ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രണയം എന്ന് പറയുന്നത് തെറ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാർ ദേ ഫെൽ ഇൻ ലവ്. അതുപോലെ തന്നെ ഇപ്പോൾ ചില കമ്മ്യൂണിറ്റീസ് ഓർ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വയലൻസ് ഒന്നും തീരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഗ്രൂപ്പാണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്നാലും അതിൽ ക്രിമിനൽ ബിഹേവിയർ കാണിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു സൊസൈറ്റിയെ പഠിച്ചതുകൊണ്ട് അതിലുള്ള ഇൻഡിവിജ്വൽ ഒരു സൊസൈറ്റി എങ്ങനെയാണോ അത് തന്നെ ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പം നല്ലത് ഇൻഡിവിജ്വലിനെ പഠിച്ചിട്ട് സൊസൈറ്റിനെ കൊണ്ട് നമുക്ക് കൺക്ലൂഷനിലെത്തുക, അല്ലെങ്കിൽ സൊസൈറ്റിയെ കൊണ്ട് ഒരു ജനറലൈസേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോഷ്യൽ സൈക്കോളജി ഇൻഡിവിജ്വൽ ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലുള്ള ചില കൾച്ചേഴ്സ്, സൊസൈറ്റിയിലെ ഐഡിയാസ് എങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഡിസിഷൻസിനെ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് എഫക്റ്റ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് ഇമോഷൻസ് എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെന്താണ്, സോഷ്യൽ സൈക്കോളജി സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ട്. ഇത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ബിഹേവിയർ ആൻഡ് തോട്ടിനെ എന്തൊക്കെ കോസസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് സോഷ്യൽ സൈക്കോളജി അത് കണ്ടുപിടിക്കാൻ സോഷ്യൽ സൈക്കോളജി ശ്രമിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലേ. നമ്മൾ ബുക്ക് നോക്കിയാൽ കാണാം, ആക്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതർ പീപ്പിൾ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ സ്പീഡിൽ കാർ ഓടിച്ച് പോവാണ്. അപ്പോൾ ഒരാളെ ഞാൻ കണ്ടു, രണ്ടാൾക്കാരെയും കണ്ടു, ഒരുപാട് ആൾക്കാരെയും കണ്ടു, ഞാൻ മൈൻഡ് ചെയ്യില്ല അല്ലേ, ഞാൻ അതേ സ്പീഡിൽ പോകും. അതേസമയം ഞാനിങ്ങനെ പോകുന്ന വഴിക്കൊരു പോലീസ് യൂണിഫോം ഇട്ട ഒരാളെ കാണുകയാണെങ്കിൽ ഞാൻ അവിടെ സ്പീഡ് കുറക്കും.
എന്തുകൊണ്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടന്നില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു, അയാൾ പോലീസ് യൂണിഫോമാണ് ഇട്ടത്. അത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുത്തി അല്ലേ. അപ്പോൾ അങ്ങനെ ചില ആക്ഷൻസും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതർ പീപ്പിൾ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തും. അത് ഒരു കാരണമാണ്. ദിസ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോസസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ടാണ്. പിന്നെ ഉള്ളത് ചില കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കഫേയിലോ ഹോട്ടലിലോ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ ലേറ്റായി. അപ്പോൾ പറഞ്ഞു എന്താണ് ട്രാഫിക് ജാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് എന്തായാ ഓക്കെ, അവർ വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, എല്ലായ്പ്പോഴും ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് ട്രീറ്റ് ചെയ്ത് വിടാം. ഇനി അവിടെ വേറൊരു കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുകയാണ്. ഇവർ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാറ്, ഇവർ ശരിക്കും എന്നെ അവോയ്ഡ് ചെയ്യാണ്. അങ്ങനെയൊക്കെ എൻ്റെ കോഗ്നിറ്റീവ് പ്രോസസ്സ് അങ്ങനെ ഒരു തരത്തിൽ പോയാൽ എൻ്റെ ബിഹേവിയർ മാറുമല്ലോ, ഞാൻ കുറച്ചുകൂടെ റൂഡായിട്ട് പെരുമാറും. അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ ആൻഡ് തോട്ട്സിനൊക്കെ കോഗ്നിറ്റീവ് പ്രോസസ്സ് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ വാരിയബിൾസ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഭയങ്കര ഹോട്ടായിട്ടുള്ള സ്റ്റീമി ആയിട്ടുള്ള ഡേയ്സിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ എന്താണ് വേഗം ചൂടാവും അല്ലേ, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അല്ല തന്നെ ചൂടാണ് എന്നല്ലേ പറയാം. അപ്പോഴാണ് ഇവൻ ഇതും കൊണ്ടിറങ്ങി എന്നൊക്കെ പറയില്ലേ. ഇനി നമ്മൾ നല്ല കൂളായിട്ടുള്ള നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ നമുക്ക് അത്രത്തോളം നമ്മൾ അഗ്രസീവ് ആവില്ല, അങ്ങനെ നമ്മൾ ടെമ്പർ കയറില്ല. അപ്പോൾ അങ്ങനെ ചില എൻവയോൺമെൻറ്റൽ വാരിയബിൾസും നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അത് പിന്നെ നമ്മൾ എവല്യൂഷണറി ഒരു ഇതിൽ പറയും പോലെ തന്നെ നമ്മൾ എന്താണ് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഓർ എവല്യൂഷണറി ഫാക്ടേഴ്സ് ഓർ സർവൈവൽ ആയിട്ടുള്ള പല ഗോൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ട് എന്ന പോയിന്റിൽ പറയാനുള്ളത്. പിന്നെയുള്ളത് സോഷ്യൽ സൈക്കോളജി കൺസേൺ വിത്ത് സെർച്ച് ഫോർ ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യാൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർട്ടൻ ഫിനോമിന കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. വൺ കീ ഗോൾ ഓഫ് സയൻസ് എന്ന് നമുക്കതിനെ ഈ ഒരു കാര്യത്തെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണ്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിക്കും അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേണം അല്ലേ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് എന്ന് അത് പറയുന്നത് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൾച്ചേഴ്സ് റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്താണ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നത്? എന്തെങ്കിലും സ്കൂൾസിലോ ചേർച്ചസിലോ അല്ലെ സോഷ്യൽ ഓർഗനൈസേഷനിലോ വല്ല മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഗെറ്റ് ടുഗെദർ പോലെയുള്ളത് ഓർഗനൈസ് ചെയ്യുമ്പോൾ കാണാം. അല്ലെങ്കിൽ പാരൻസ് എന്താണ് ഇടപെട്ടിട്ട് കണ്ടുപിടിച്ച് തരാം. എന്നാൽ ഇപ്പോഴോ നമ്മൾ കേൾക്കാറില്ലേ നമ്മുടെ ടിൻഡർ, അതുപോലെ തന്നെ സെൽഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നു. പിന്നെന്താ ദറ്റ് ഈസ് ടിൻഡർ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പാണ്. പിന്നെന്താ പല സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഇതിലൂടെയാണ് നമ്മൾ റൊമാൻറ്റിക് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയും കൾച്ചറും എന്താണ് നമ്മുടെ വേൾഡ് തന്നെ അങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നോക്കുന്നത് ഇതിൽ വല്ല എന്താണ് ഈ ഒരു ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ റൊമാൻറ്റിക് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു അട്രാക്ഷനിൽ എന്താണ് പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ് എങ്കിലും വല്ല ബേസിക് ആയിട്ടുള്ള വല്ല പ്രിൻസിപ്പിൾ ഉണ്ടോ ഇപ്പോഴും അപ്പോഴും പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിൽ? അപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ അതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണോ? എന്തൊരു സാഹചര്യം മാറുമ്പോഴും ഫിസിക്കൽ അട്രാക്ഷൻ അല്ല ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് സ്റ്റിൽ എ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഇൻ റൊമാൻസ് എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വേൾഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്താണ് എന്തെങ്കിലും ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടോ ചില കാര്യങ്ങൾക്ക് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ സോഷ്യൽ സൈക്കോളജി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ കുറവാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമില്ല ചേച്ചി, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അടുത്തത് സോഷ്യൽ കോഗ്നിഷൻ ആണ്. കോഗ്നിഷൻ എന്താന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? കോഗ്നിഷൻ എനിവൺ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ കോഗ്നിഷൻ, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവല്ലോ. നമ്മുടെ മെന്റൽ പ്രോസസ്സസ് തന്നെയല്ലേ, നമ്മൾ ഇൻഫർമേഷനോ നോളജോ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന മെന്റൽ പ്രോസസ്സസ് തോട്ട്സിലൂടെയോ സെൻസസിലൂടെയോ
നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിലൂടെയൊക്കെ ഉണ്ടാവുന്നത്. യെസ്, അതെ. നെയ്സർ പറഞ്ഞത് എവറിത്തിങ് എ മെൻ ഡസ് എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ കൊഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ പേരെന്താണ്? അഞ്ജലി. അഞ്ജലി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയാം പ്രോബ്ലം സോൾവിങ് അല്ലേ, തിങ്കിങ് അല്ലേ, അങ്ങനെ ഓരോന്നാണ് പറയാം. അപ്പോൾ ഒരു പോയിന്റിലെത്തില്ല, എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന പോയിന്റിലെത്തില്ല. അഞ്ജലി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ കൊഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബൈ ഡെഫിനിഷൻ പറയാൻ എന്താ, ദ പ്രോസസ് ബൈ വിച്ച് ഓൾ ദ സെൻസറി ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ്, റെഡ്യൂസ്ഡ്, എലോബറേറ്റഡ്, സ്റ്റോർഡ്, റിക്കവേർഡ് ആൻഡ് യൂസ്ഡ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സെൻസറി ഇൻപുട്ടുകളും എന്താണ്, എന്തൊക്കെ അതിന് സംഭവിക്കുന്നുണ്ട്, അത് ഉള്ളിൽ കയറി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്, ഇനി അത് തൊട്ട് നമ്മൾ അത് വീണ്ടും യൂസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൊഗ്നിഷനിൽ വരുന്നതാണ്. സോ അപ്പോൾ എന്തായിരിക്കും സോഷ്യൽ കൊഗ്നിഷൻ? സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ നടത്തുന്ന കൊഗ്നിഷൻ ഓർ നമുക്ക് ഉണ്ടാവുന്ന കൊഗ്നിഷൻ, അതാണ് സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. മാനർ ഇൻ വിച്ച് വി ഇന്റർപ്രറ്റ്, അനലൈസ്, റിമെമ്പർ ആൻഡ് യൂസ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോഷ്യൽ വേൾഡ്. നമ്മൾ സോഷ്യൽ വേൾഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിന് നമുക്കൊരു മീനിങ് വേണം. അതിന് എന്താണ് അർത്ഥവത്തായിട്ട് നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നു. ദെൻ ഓൾ ദ പ്രോസസ്സസ് അതിൻ്റെ ബാക്കിലുള്ളത്, ഇതൊക്കെയാണ് സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡുവൽ പ്രോസസ് മോഡൽ ഓഫ് സോഷ്യൽ കോഗ്നിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കോഗ്നിഷൻ ആൻഡ് ഇംപ്ലിസിറ്റ് കോഗ്നിഷൻ. എക്സ്പ്ലിസിറ്റ് കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആണ്, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എന്താണ് കോഗ്നിഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, അവിടെ പല പ്രോസസ്സും നടക്കുന്നുണ്ട് അല്ലേ, ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കോഗ്നിഷൻ. എന്നാൽ ഇംപ്ലിസിറ്റ് കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ അത് നടക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി അത് അവെയർഡ് അല്ല, അല്ലെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, നമുക്കത് എന്താണ് റെഡിലി ആക്സസിബിൾ അല്ല. അത്തരത്തിൽ നടക്കുന്ന ചില കോഗ്നിഷൻ പ്രോസസ്സ് ഉണ്ടാവും ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. എല്ലാം സോഷ്യൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത് വായിക്കണം കേട്ടോ സോഷ്യൽ സൈക്കോളജി പറയുമ്പോൾ. അപ്പോൾ അതാണ് ഇംപ്ലിസിറ്റ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടതാണ് റൂൾ ഓഫ് തമ്പ്. നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടുകയാണ്. നമ്മൾ പിന്നെ ആൻസേഴ്സൊക്കെ ഷോർട്ട് കട്ടിലൂടെ നേടിയെടുക്കും, പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കത്തും അല്ലെ, ആൻസർ കത്തും. അതിനാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഇൻ്റലിജൻസ്, തിങ്കിങ്, ക്രിയേറ്റിവിറ്റിയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് പറയും. സോ ഞാനതിവിടെ പറയുന്നില്ല. അടുത്താണ് സോഷ്യൽ കാറ്റഗറൈസേഷൻ. 1988 ഹാംസൺ എന്ന് പറഞ്ഞ ആള് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് സോഷ്യൽ കാറ്റഗറൈസേഷൻ. നമ്മൾ പീപ്പിളിനെ, നമുക്ക് ചുറ്റുപാടും കാണുന്ന പീപ്പിളിനെ നമ്മൾ ചില ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതാണ് സോഷ്യൽ കാറ്റഗറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി അത് വളരെ ടിപ്പിക്കലായിട്ടുള്ള മുടിയുടെ കളറ്, ഒരു സെക്സ്, ഏജ്, റേസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളങ്ങനെ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാം. അത്രയേ ഉള്ളൂ അവിടെ. പിന്നെ സ്കീമ എന്ന് വെച്ചാൽ എന്താണ്? മെൻ്റൽ ഫ്രെയിംവർക്സ് ഡെവലപ്ഡ് ത്രൂ എക്സ്പീരിയൻസ് ദാറ്റ് വൺസ് ഫോംഡ് ഹെൽപ്പ് us to organize and make sense of social information. നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ കൊണ്ടുള്ള നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇന്റേണൽ ഫ്രെയിംവർക്ക് എന്ന് പറയാം. അതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടാവും, പിയാഷയുടെ തിയറിയും ഒക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്കീമയിൽ നടക്കുന്ന സ്കീമ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫിനോമിനാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാണ് ഫോൾസ് കൺസെൻസസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം, എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ആർക്കും ഇഷ്ടമില്ലാത്തത്. അങ്ങനൊരു നമ്മൾ വിചാരിക്കുന്നതിനാണ് ഫോൾസ് കോൺസെൻസസ് എഫക്റ്റ് എന്ന് പറയാം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നിനക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതായിരിക്കും എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറായിരിക്കും പറയാം അല്ലെ. എന്നിട്ട് തെറ്റിപ്പോയി പറയും, എനിക്കതായിരുന്നു ഇഷ്ടം, അപ്പം ഞാൻ വിചാരിച്ചു നിനക്കും അത് തന്നെയായിരിക്കും ഇഷ്ടം. അപ്പോൾ അവിടെ ഒക്കെ ഈ ഫോൾസ് കോൺസെൻസസ് എഫക്റ്റ് ആണ് നടക്കുന്നത്.
പിന്നെയുള്ള പെർസെവറൻസ് എഫക്റ്റ് ആണ്. നമുക്ക് ചില ബിലീഫ് ഐഡിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും നമ്മൾ മാറ്റൂല, നമ്മൾ അതിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അതിനാണ് പെർസെവറൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ടെൻഡൻസി ഫോർ ബിലീഫ്സ് ആൻഡ് സ്കീമാസ് ടു റിമെയിൻ അൺചേഞ്ച്ഡ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് കോൺട്രാഡിക്ടറി ഇൻഫർമേഷൻ. അത് തെറ്റാണ്, അതിൻ്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ പോലും ഞാൻ കൊണ്ടു നടക്കുന്ന ആ ബിലീഫൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെക്കും, മാറ്റില്ല. അതിനാണ് പെർസെവറൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൺഫർമേഷൻ ബയസ് ആണ്. നമ്മൾ ചില ബിലീഫൊക്കെ അല്ലെങ്കിൽ ചില ഐഡിയാസ്, ചില കാര്യങ്ങൾ നമുക്കുണ്ടാവും, ആ നമ്മുടെ മൈൻഡിലുണ്ടാവും, ചില സ്കീമാസ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസിൽ ഈ സ്കീമിയായിട്ട് കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ സ്വീകരിക്കുക, അല്ല തന്നെ ഞാൻ റിജക്റ്റ് ചെയ്യുക. ഈ ഒരു ഫിനോമിനയാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ വെറുതെ വിചാരിക്കണം, എന്തോ ഒരു കാരണം കൊണ്ട് എൻ്റെ മൈൻഡിൽ വന്നു ലോങ് ഹെയറുള്ള ആൾക്കാർ സിഗരറ്റ് വലിക്കും. പിന്നെ ഞാൻ കാണുന്നതിൽ ലോങ് ഹെയറുള്ള ആളും ഷോർട്ട് ഹെയറുള്ള ആളും ഒക്കെ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും. പക്ഷെ എൻ്റെ കണ്ണിൽ പെടുക അല്ലെങ്കിൽ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എൻ്റെ അറ്റൻഷൻ പോവുക എല്ലായ്പ്പോഴും ലോങ് ഹെയറുള്ള ആൾ സിഗരറ്റ് വലിക്കുന്നത് മാത്രമായിരിക്കും. സോ എൻ്റെ ആ ഒരു ബിലീഫ് അവിടെ ശക്തിപ്പെടും, ലോങ് ഹെയറുള്ള ആൾക്കാർ സിഗരറ്റ് കൂടുതൽ വലിക്കും, അല്ലെ അവരാണ് സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യമാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. പിന്നെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസിയാണ്. അത് നമുക്ക് നമ്മളെ കൊണ്ടുള്ളതോ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുള്ളതോ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ നമ്മൾ സെൽഫ് ഫുൾഫില്ലിംഗ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഇതുവരെ അറിയാത്ത ഒരാൾ, അവരെ കൊണ്ട് അയാൾ ഇന്നെൻ്റെ ക്ലാസ്സിൽ വന്നതാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇന്നൊരാൾ വരും, അവർ ഇന്ന രീതിയിലാണ് പെരുമാറുക, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞു, അയാൾ ചീത്തയാണെന്നോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യം നമുക്കൊക്കെ അനുഭവമുള്ളതാണ്, നമുക്ക് അയാൾ ചെയ്യുന്നൊക്കെ ചീത്തയായിട്ട് തോന്നും. ഇതിനാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയാം. ഇത് വേറൊരു തരത്തിൽ നമുക്ക് കാണാം. ഈ ടീച്ചേഴ്സ് ചില ആൾക്കാരെ നമ്മൾ ഈ കുരുത്തക്കേട്ട ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അവരെ ചില ടീച്ചേഴ്സ് പിടിച്ച് ലീഡേഴ്സ് ആക്കും. അപ്പോൾ അവർ പിന്നെ ഒരു നന്നായി വരുന്നതാണ്, ഒരു അക്കാദമിക്കലി കുറച്ചുകൂടെ എക്സൽ ചെയ്യുന്നതൊക്കെ കാണാം. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി ആണെന്നാണ് പറയുക. കാരണം ഈ കുട്ടി വിചാരിക്കും ടീച്ചർക്ക് എന്നെ കൊണ്ട് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഞാൻ നല്ല ആളാണെന്നാണ് ടീച്ചറുടെ വിചാരം. അപ്പോൾ ആ കുട്ടി അത് ഇന്റേണലൈസ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കുട്ടി എക്സൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഈ ഒരു ടീച്ചർ ഈ സ്റ്റുഡൻറ് ഈ ഒരു എഫക്റ്റിനെ ഉണ്ടല്ലോ, അത് സ്റ്റഡീസൊക്കെ നടന്നതാണ്. റോസൻഡാൽ എഫക്റ്റ് ഓർ പിഗ്മാലിയോൺ എഫക്റ്റ് എന്നാണ് പറയുക. നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമോ അല്ലെങ്കിൽ ബുക്ക് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്റ്റഡി കാണാം. പിഗ്മാലിയോൺ, PYGMALION, പിഗ്മാലിയോൺ എഫക്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ 1980 ലേണർ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അത് ഈ ലോകം, ഈ ഭൂമി എന്ന് പറയുന്നത് ജസ്റ്റ് ആണ്, എന്നുവെച്ചാൽ നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടും, ചീത്തത് ചെയ്യുന്നവർക്ക് ചീത്തത് കിട്ടും എന്നുള്ള നമ്മുടെ ഒരു ബിലീഫിനെയാണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അത് പക്ഷെ പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് റേപ്പ് വിക്ടിമിനൊക്കെ അവിടെ വിക്ടിമിന് വേണ്ടി സംസാരിക്കുന്നതിന് പകരം ചില ആൾക്കാർ പറയും വിക്ടിമിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പ്രശ്നമാണ്, അവൾ അങ്ങനെ പോയത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അവിടെ ഈ ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസിൻ്റെ ഒരു മിസ്യൂസ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ചീത്ത ആൾക്കാർക്കാണ് ചീത്ത സംഭവിക്കുക എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്ത സംഭവിച്ചാൽ അയാൾ ചീത്ത ആളാണ് എന്ന് നമുക്കൊരു കോഗ്നിറ്റീവ് ബാലൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത്രത്തോളമല്ല, ഈ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇക്വിറ്റബിൾ പ്ലേസ് ആണ്. നമുക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുക. നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നല്ലതാണ് ഡിസേർവ് ചെയ്യുക, നമുക്ക് നല്ലതാണ് കിട്ടുക, നേരെ മറിച്ചും. ഇതാണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ടോപ്പിക്കാണ് അഫക്റ്റ് ആൻഡ് കോഗ്നിഷൻ. നമ്മുടെ കോഗ്നിഷനും അഫക്റ്റും തമ്മിലുള്ള ബന്ധം. മൂഡ് ഡിപ്പെൻഡൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള മൂഡിലിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പിന്നെ ഒരു പോസിറ്റീവിൽ മൂഡിലായിരിക്കുമ്പോഴാണ് ഓർമ്മ വരിക. അതുപോലെ തന്നെ നെഗറ്റീവ് മൂഡിലായിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ നെഗറ്റീവ് മൂഡിലായിരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും റീകോൾ ചെയ്യാൻ ഈസി ആവുക.
ഈ ഒരു കാര്യത്തെയാണ് മൂഡ് ഡിപ്പെൻഡൻറ്റ് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ മൂഡ് കോൺഗ്രുവൻസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ്, നമ്മളിപ്പോൾ നല്ലൊരു മൂഡിലാണ് നല്ലൊരു പോസിറ്റീവ് മൂഡിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഓർമ്മ വരും. അതുപോലെ തന്നെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക ചുറ്റുപാടുന്നു. അതുപോലെ തന്നെയാണ് നെഗറ്റീവിൻ്റെ കാര്യം. നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മൂഡിലാണ് ഉള്ളതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും. നമുക്ക് അനുഭവമുള്ളതാണ്. പല സങ്കടങ്ങളും തന്നെയാണ് അപ്പോൾ നമുക്ക് ഓർമ്മ വരിക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇതിനെയാണ് മൂഡ് കോൺഗ്രുവൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ നമ്മൾ സോഷ്യൽ കോഗ്നിഷനെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ എറേഴ്സാണ് സോഷ്യൽ കോഗ്നിഷനിൽ നടക്കുന്നത്? അപ്പോൾ ഒരു 6 ഉണ്ട്. ഞാനൊരു 3-4 പറയാം. അപ്പോൾ ഒപ്റ്റിമിക് ബയസസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിമിസം അറിയാലോ, ഒരു ശുഭാപ്തി വിശ്വാസം, എല്ലാം നല്ലതായി ഭവിക്കും എന്നുള്ളൊരു നമ്മുടെ ഒരു വിശ്വാസമാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എറർ പോലെ ഒരു ബയസായിട്ട് മാറുക എങ്ങനെയാണ്? ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എനിക്ക് കോവിഡ് വരില്ല. അവിടെ അങ്ങനെ വിചാരിക്കേണ്ടതിൻ്റെ ഒരു അത്ര ഒപ്റ്റിമിസം നമുക്ക് പറ്റില്ലല്ലോ. ഞാനിങ്ങനെ ഒരു മാസ്ക് ഒന്നും ഇടാതെ, ഞാൻ സാനിറ്റൈസ് ചെയ്യുന്നില്ല, ഒരു വൃത്തിയില്ലാതെ നടക്കുകയാണ്, ഞാൻ വീട്ടിൽ വന്നാൽ ഞാൻ കുളിക്കാറൊന്നുമില്ല, എന്നിട്ട് ഞാൻ പറയണം എനിക്ക് കോവിഡ് വരില്ല. അതൊരു ഒപ്റ്റിമിസ്റ്റിക് ബയസ് ആണ്. പിന്നെ ഓവർ കോൺഫിഡൻസ് ബാരിയർ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഒരു മുട്ട താഴെ ഇട്ടിട്ട് പറയാണ് പൊട്ടൂല. അതന്നെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ എക്സാം എഴുതുന്നതാണെങ്കിലും പലതിനും നമുക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കോൺഫിഡൻസ് കാണിക്കുമ്പോൾ അത് നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ഓവർ കോൺഫിഡൻസ് ബാരിയർ. പിന്നെ പ്ലാനിങ് ഫലസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് തരുവാണ്, എനിക്കറിയാം അതൊരു 3 months ആവാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ 3 months വെറുതെ ഒന്നും ഇടുകയാണ്, 3 months ആവാതെ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യം തരുവാണ്. അപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു 1 weekനുള്ളിൽ ഇത് ചെയ്ത് തീർക്കും. അതിനാണ് നമ്മൾ പ്ലാനിങ് ഫാലസി എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഡ്യൂറേഷനൊക്കെ നമ്മൾ വളരെ കുറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തു തീർക്കും എന്ന് പറയുന്ന പ്ലാനിങ് തന്നെ ഇവിടെ തെറ്റാണല്ലോ. ദാറ്റ് ഈസ് പ്ലാനിങ് ഫാലസി എന്ന് പറയുന്നത്. പിന്നെ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയും അയാൾ അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ആക്സിഡൻറ്റ് നടക്കില്ലായിരുന്നു, അയാൾ അപ്പോൾ വന്നിരുന്നെങ്കിലോ ആക്സിഡൻറ്റ് നടക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കഴിഞ്ഞു പോയൊരു കാര്യം, ഓൾറെഡി കഴിഞ്ഞൊരു കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാറില്ലേ, പറയാറില്ലേ. ഇതിനെയാണ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെന്താ മാജിക്കൽ തിങ്കിങ് അല്ലേ. മാജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാനും കുട്ടിയായിട്ടുള്ള ടൈമിൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു പോസ്റ്റ് കാണും. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ അടുത്ത് ഒരു വണ്ടി വരും, ഒരു വണ്ടി എൻ്റെ അടുത്ത് എത്തും മുന്നേ ഞാൻ ആ പോസ്റ്റ് കടന്നില്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് തോക്കും. അങ്ങനെ എന്തെങ്കിലും വളരെ മാജിക്കൽ തിങ്കിങ് എന്നാണ് പറയുക. ഒരു കാര്യമില്ലാത്ത തിങ്കിങ്. അത് നമ്മുടെ കോഗ്നിഷനിൽ അതൊരു എററാണല്ലോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ടൈൽസിൻ്റെ ഓരോ കോണും ഇങ്ങനെ തട്ടി നടക്കുക. എന്നിട്ട് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കും, ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. ദിസ് മാജിക്കൽ തിങ്കിങ്, ഒരു കാര്യമില്ലാത്ത ഒരു ബ്ലാ തിങ്കിങ്, ദാറ്റ് ഈസ് മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സോഷ്യൽ പെർസെപ്ഷൻ. Social perception is the process through which we seek to understand other people's behavior. പെർസെപ്ഷൻ അറിയാലോ, നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻ, നമ്മുടെ സെൻസേഷനെ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ്, നോളജ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു മീനിങ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുക. സെയിം കാര്യം നമ്മൾ കോഗ്നിഷൻ പറഞ്ഞതുപോലെ സെയിം കാര്യം സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ നടക്കുന്നു, ദാറ്റ് ഈസ് സോഷ്യൽ പെർസെപ്ഷൻ. നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുന്ന ഒരുപാട് ക്യൂസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊരു മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനാണ് സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആരെങ്കിലും പറയാവോ? വെർബലി വേർഡ്സ് യൂസ് ചെയ്യാതെ ഗെസ്റ്റേഴ്സും ഐ കോണ്ടാക്റ്റും ഒക്കെ അല്ലെങ്കിൽ ബോഡി പോസ്ചറൊക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
വെരി ഗുഡ്. യെസ്, അത് തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ഓറൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അങ്ങനെയല്ല, അതുമുണ്ട്. അത് കൂടാതെ ചില കമ്മ്യൂണിക്കേഷൻ ടെക്നീക്സ് നമ്മൾ നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുപാടുമായിട്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഈ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, എന്താണ് പോസ്ചേഴ്സ്, ജെസ്റ്റേഴ്സ്, ബോഡി മൂവ്മെൻറ്റ്സ്, ദെൻ ഈവൻ ചേഞ്ചസ് ഇൻ ദിയർ ബോഡി കെമിസ്ട്രി. ചില ടൈനി പാർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റാൻസസ് എന്താണ് അന്തരീക്ഷത്തിൽ നമ്മൾ പുറത്ത് വിടുക, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫസ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ടച്ചിങ്, സെൻഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാനത് റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും ആവശ്യമുണ്ട് റിപ്പീറ്റ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓ, ഞങ്ങളിതൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ബേസിക് ചാനൽസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്റ്റിലാകുമ്പോൾ ഗേസസും സ്റ്റെയേഴ്സും ഒക്കെ വരും. പിന്നെ ബോഡി മൂവ്മെൻറ്റ്, ബോഡി എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ്, പോസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സ് ഒക്കെ, പിന്നെ ടച്ചിങ്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ചാനൽസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും അയാളുടെ കറണ്ട് മൂഡ് എന്താണ്, ഫീലിംഗ് എന്താണ്, അയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ല അയാൾക്ക് എന്നോടുള്ള ഫീലിംഗ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ മുഖത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഫിയർ, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ് ആൻഡ് ഡിസ്ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 5 മെയിനായിട്ട് 5 അല്ലേ, ഫിയർ, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ് ആൻഡ് ഡിസ്ഗസ്റ്റ്. ഈ 5 ബേസിക് ഇമോഷൻസ് ആണ് നമുക്ക് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ത്രൂ ഫേസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 5 ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷൻ ആയിട്ട് ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അല്ല നമുക്ക് പറയാലോ, നമ്മൾ സന്തോഷമുള്ള ടൈമിലാണെങ്കിൽ അവിടെ ചിരി, സ്മൈലിംഗ് ആൻഡ് ലാഫ്റ്റർ ആയിരിക്കും. ഇനി സാഡ്നെസ് ആണെങ്കിൽ ടിയർ ആയിരിക്കും. ആങ്കർ ആകുമ്പോൾ ക്ലെഞ്ചഡ് ജോസ് ആയിരിക്കും. ഇനി ഫിയർ ആണെങ്കിൽ ഗ്രിമേസ്, നമ്മുടെ മുഖം കൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠിയൊക്കെ കാണിക്കുമല്ലോ. ഇനി സർപ്രൈസ് ആണെങ്കിലോ നമ്മുടെ റേസ്ഡ് ഐബ്രോസ് ആൻഡ് വൈഡ് ഐസ് ആയിരിക്കും. ഇനി ഡിസ്ഗസ്റ്റ് ആണെങ്കിലോ നമ്മുടെ റിങ്കിൾഡ് നോസ് ആൻഡ് സ്ക്വിൻറ്റഡ് ഐസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാളുടെ മുഖം കണ്ടാൽ ഇയാളുടെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വില്യം ജെയിംസ് ആണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ സെജോൺക്ക് അത് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ദാറ്റ് ഈസ് നമ്മുടെ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് നമ്മുടെ ഇമോഷനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താണ് ആക്ടിവേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ ചീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അപ്പോൾ അവിടെ ഫിസിയോളജിക്കൽ ആക്ടിവേഷൻ നടക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് പോവും, എന്താണ് ന്യൂറൽ ഇമ്പൾസ്, ദാറ്റ് ഈസ് മെസ്സേജ് പോവും. ഇയാളുടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളിപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അപ്പം നമ്മളിങ്ങനെ ചിരിക്കും പോലെ ആക്കുകയാണ്. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് പോവാൻ എന്താണ് മെസ്സേജ് പോവാൻ എന്താണ്, ഇയാളുടെ ലിപ്പ് ഇങ്ങനെയാണ്, സോ ഇയാൾക്ക് എന്തോ സന്തോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിന് സന്തോഷത്തിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതാണ് ഈ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്സ് വൺസ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഡയറക്ട്ലി അഫക്ട് ദിയർ ഇമോഷണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ്, മനസ്സിലായോ? നമ്മുടെ ഫേഷ്യൽ റീജിയൻസിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ സർട്ടൻ ഇമോഷൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുകൊണ്ട് അതിന് ഡയറക്ട്ലി ഇത്തരത്തിൽ ഇമോഷൻസ് ഉണ്ടാക്കാൻ കഴിയും, എലിസിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ്. പിന്നെന്താണ് ഫേഷ്യൽ ഇതിനെ കൊണ്ട് പറയാനുള്ളത്? ചില ഇമോഷൻസ് യൂണിവേഴ്സലാന്ന് പറയാം. നമ്മൾ ഇവിടുന്ന് ചിരിച്ചാലും അമേരിക്കയിൽ നിന്ന് ചിരിച്ചാലും എവിടുന്ന് ചിരിച്ചാലും നമുക്ക് ഒരാൾ ചിരിക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു സന്തോഷമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. കരയുന്നത് അത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ചിലപ്പോൾ സന്തോഷം കൊണ്ട് കരയാം, സങ്കടം കൊണ്ടും കരയാം. പിന്നെ ചില കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് പറയാം.
ചില പാലസിന്റെ മുന്നിലുള്ള സെക്യൂരിറ്റീസിനൊന്നും എന്ത് വന്നാലും ചിരിക്കരുത് കരയരുത് എന്നൊക്കെ ഉണ്ടാവും ഡ്യൂട്ടി ടൈമിൽ. അപ്പോൾ അതൊക്കെ എന്താണ് അവർക്ക് അങ്ങനെ ഇമോഷൻ ഇല്ല എന്നതിനെ തെളിയിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, എങ്കിലും നമുക്ക് പറയാം ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആർ എന്താണ് സംവാട്ട് യൂണിവേഴ്സൽ എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെയുള്ളത് ഏതായിരുന്നു? ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് എല്ലായ്പ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക ഹൈ ലെവൽ ഓഫ് ഐ കോണ്ടാക്ട് ആണ്. ഒരു നമ്മൾ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നല്ലേ പറയാം. അതൊരു പോസിറ്റീവ് ഫീലിംഗ് ഓർ ലൈക്കിങ്ങിൻ്റെ ഒരു സൈനാണ്. എന്നാൽ ഐ കോണ്ടാക്ട് തന്നെ ഈ സ്റ്റാറിങ് ഗെയ്സിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാണ്, അല്ലെങ്കിൽ എന്താണ് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഗെയ്സിങ് എന്ന് പറയാം. അതേസമയം നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്, അയാൾ എന്ത് ചെയ്യുന്നൊന്നും ഒരു വ്യത്യാസമില്ല, അയാൾ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, അയാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അയാൾ വേറെന്തോ ചെയ്യാണ്, എന്നിട്ടൊക്കെ നമ്മൾ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഗെയ്സിങ് എന്നാണ് പറയുക, സ്റ്റാറിങ് എന്നാണ് പറയുക. അപ്പോൾ ഈ കോൾഡ് സ്റ്റാറിങ്, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ക്ലാസ്സിൽ, അപ്പോൾ ടീച്ചേഴ്സ് നോക്കാറില്ലേ, അത് തന്നെ കോൾഡ് സ്റ്റാറിങ്, ഇങ്ങനെ നോക്കും. അപ്പോൾ ഒന്നും പറയണ്ടല്ലോ, ബാക്കി എല്ലാവരും നമ്മളെ നോക്കും, ബാക്കി കാര്യങ്ങൾ നടക്കും. അപ്പോൾ അവിടെ അതിനൊരു നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ആരും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ കോൾഡ് സ്റ്റാറിങ് എന്നൊക്കെ പറയുന്നത്. പിന്നെയുള്ളത് ഈ നമ്മൾ വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഐസ് കൂടുതൽ ബ്ലിങ്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡയലേറ്റ് ചെയ്യും, പീപ്പിൾസ് ഡയലേറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐ കോണ്ടാക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പല ആൾക്കാരുടെയും ഇമോഷൻസ്, ഹോസ്റ്റിലിറ്റി ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും അട്രാക്ഷൻ ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതാണ് ഐ കോണ്ടാക്റ്റിനെ കൊണ്ട് പറയാനുള്ളത്. പിന്നെയുള്ളത് ബോഡി ലാംഗ്വേജ് ആണല്ലേ. ബോഡി ലാംഗ്വേജ് നമ്മുടെ അറൗസൽ ലെവലിനെ നന്നായിട്ട് കാണിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ലാർജ് നമ്പർ ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ലാർജ് പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് അറൗസ്ഡ് ആണ്, ടെൻസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഒരു കൈകൊണ്ട് എന്താണ് തല ചൊറിയുക, ഇങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വിരൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി കളിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യില്ലേ. അതാണ് ഈ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺവേ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ, വൺ പാർട്ട് ഓഫ് ദ ബോഡി ഡൂയിങ് സംതിങ് ടു അനദർ പാർട്ട്, ടച്ച് ചെയ്യുക, റബ്ബ് ചെയ്യുക, സ്ക്രാച്ച് ചെയ്യുക, അതൊക്കെ എന്താണ് ഇമോഷണൽ അറൗസലിനെ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം ഇത്തരത്തിലുള്ള ബിഹേവിയർ, ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ കൂടുന്നുണ്ടോ അത്രത്തോളം ലെവൽ ഓഫ് അറൗസൽ ഓർ നെർവസ്നെസ് കൂടുതലാണ് ഇയാൾക്കെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താ, ബോഡി ലാംഗ്വേജ് അത് മാത്രമല്ലല്ലോ, നമ്മൾ ചില ജെസ്റ്റേഴ്സ് കാണിക്കും. ദാറ്റ് ഈസ് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വേവ് ചെയ്യുന്നു, നമ്മൾ ടാറ്റ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഞാൻ പോവാണ്, നമ്മളിങ്ങനെ വേവ് ചെയ്യും അല്ലേ. ഇനി ഒരു കട ഒരാൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യും, നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ല, എഴുതുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ എത്ര കിലോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 3, 2 എന്നൊക്കെ ചിലപ്പോൾ കൈ കൊണ്ട് കാണിക്കും, ദാറ്റ് ഈസ് ഫിംഗേഴ്സ് ടു ഇൻഡിക്കേറ്റ് നമ്പേഴ്സ്. പിന്നെ അത് ജെസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഉള്ളതാണ് ജെസ്റ്റേഴ്സ് എങ്ങനെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആകുന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പോസ്റ്റേഴ്സ്, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ കൈ കെട്ടിയിരിക്കുന്നത്, നമ്മൾ എന്താണ് കൈ തുറന്നിരിക്കുന്നത്, അതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ദാറ്റ് ഈസ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ടച്ചിങ് ആണല്ലേ. ടച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ചിങ്ങിൻ്റെ അർത്ഥം എന്താണ്, ആര് ടച്ച് ചെയ്യുന്നു, എപ്പോൾ ടച്ച് ചെയ്യുന്നു, എങ്ങനെ ടച്ച് ചെയ്യുന്നു എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നോക്കും. ഇപ്പോൾ ഫ്രണ്ട് ആണോ ടച്ച് ചെയ്യുന്നത്, സ്ട്രേഞ്ചർ ആണോ ടച്ച് ചെയ്യുന്നത്, മെമ്പർ ഓഫ് അവർ ഓൺ ജെൻഡർ ആണോ ഓർ അനദർ ജെൻഡർ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ നേച്ചർ ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട്, ബ്രീഫ് ആണോ, പ്രൊലോങ്ഡ് ആണോ, ജെന്റിൽ ആണോ, റഫ് ആണോ, വാട്ട് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ടച്ച്ഡ്, ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്കാണ്, അപ്പോൾ ഒരാൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് തൊട്ടുപോയി എന്നത് നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല അല്ലെ. എന്നാലും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇത് എന്തെങ്കിലും വേറെ തരത്തിലുള്ളതാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ സോഷ്യൽ സെറ്റിംഗ് ആണോ, പ്രൈവറ്റ് സ്പേസ് ആണോ, പബ്ലിക് സ്പേസ് ആണോ, ഡോക്ടേഴ്സ് ഓഫീസ്, ഡോക്ടേഴ്സ് നമ്മളെ പരിശോധിക്കാൻ തൊടാറുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ, അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടച്ചിങ്ങിന് മീനിങ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ്, ഡിപ്പെൻഡിങ് ഓൺ ദീസ് ടച്ച് ക്യാൻ സജസ്റ്റ് എന്താണ് അഫെക്ഷൻ, സെക്ഷൽ ഇൻട്രസ്റ്റ്, ഡോമിനൻസ്, കെയറിങ് ഓർ ഈവൻ അഗ്രഷൻ വരെ നമുക്ക് മനസ്സിലാവും ഈ ടച്ചിങ്ങിലൂടെ. പിന്നെ സെൻഡ് എന്ന് പറയുന്നത് അത് എന്താണ്, ഈ മില്ലറിയൻ മാനർ
ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് വുമൻസ് ഇന്റേർണൽ കെമിസ്ട്രി ഒക്കറിങ് ഡ്യൂറിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു അതേഴ്സ് ത്രൂ സട്ടിൽ ഓൾഫാക്ടറി ക്യൂസ് ചേഞ്ചസ് ഇൻ ദ അരോമാസ് എമിറ്റഡ് ബൈ ദ ബോഡീസ്. ദാറ്റ് ഈസ് അത് ഒരു ടീഷർട്ട് മെൻസ്ട്രൽ സൈക്കിളിലൂടെ കടന്നു പോകുന്ന വിമൻ്റെ ടീഷർട്ട്സ് കൊടുക്കുകയൊക്കെ ചെയ്ത് ദാറ്റ് ഈസ് ഗ്രൂപ്പിന് മെന്നിൻ്റെ ഗ്രൂപ്പിന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്റ്റഡിയാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കണ്ടുപിടിച്ചത് മെൻസ്ട്രൽ പീരീഡ് സൈക്കിളിൻ്റെ ടൈമിൽ ഒരു സെൻറ്റ് വരുന്നുണ്ട് പോലും. അപ്പോൾ അത് മെന്നിൽ ടെസ്റ്റോസ്റ്റീറോൺ ഉണർത്തുന്നുണ്ട്, അപ്പം അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഇതാണ് സെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതൊരു വോക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ശബ്ദം യൂസ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ അത് നമ്മുടെ ആക്ച്വൽ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പാർട്ടായിരിക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടോൺ ഓഫ് വോയിസ്, ലൗഡ്നെസ്, ഇൻഫ്ലെക്ഷന്, പിച്ച്, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, അയാളത് ജെൻറലായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ, ആൻസർ തരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ലൈക്കിങ്, ഒരു അപ്രൂവൽ, ഒരു ഇൻതൂസിയാസം ആണ് അവിടെ വരുന്നത്. അതേസമയം വളരെ ഹെസിറ്റൻ്റ് ആയിട്ടുള്ള ടോൺ ഓഫ് വോയിസിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിലോ നമ്മൾ അവിടെ എന്താ മനസ്സിലാക്കുക, അതൊരു ഡിസപ്രൂവൽ ആണ്, ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാരാലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. മനസ്സിലായിനോ? എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഡിസെപ്ഷൻ. നമ്മൾ ഡിസെപ്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വഞ്ചന, ചതി എന്നൊക്കെ പറയുന്ന കാര്യമാണ്, കളവ് പറയാം. ഇതൊക്കെയാണ് നമ്മൾ ഡിസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ട്രൂ നേച്ചർ ഓഫ് ദ സിറ്റുവേഷൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക, ഓർ റോങ്ലി അയാൾ ധരിപ്പിക്കുക, ഇതാണ് സിറ്റുവേഷൻ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, ഈ നടക്കുന്ന കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഈ കാര്യം നടക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരാളെ കളവ് പറയുക, ഒരു വഞ്ചിക്കുന്നതിനെയാണ് ഡിസെപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഡിസെപ്ഷൻ നമ്മൾ സൈക്കോളജിക്കൽ സ്റ്റഡീസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. മിൽഗ്രാമിൻ്റെ സ്റ്റഡി, സിംബാർഡോയുടെ സ്റ്റഡിയിലൊക്കെ ഡിസെപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ ഒരു ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ ഇതിലാണല്ലോ ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിനെ ഡിസീവ് ചെയ്യാണ്, ഓർ പാർട്ട്ണറിനെ. അപ്പോൾ അത് സോഷ്യൽ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ഒബ്വിയസ് ആണല്ലോ. നമ്മളോട് പലപ്പോഴായിട്ട് കളവ് പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ നമുക്ക് അയാളോട് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ഡിസ്ലൈക്കിങ് ഉണ്ടാവും, അങ്ങനെ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഡിസെപ്ഷൻ്റെ ഒരു ഔട്ട്കം ആണെന്ന് നമുക്ക് പറയാം. എങ്കിലും ചില നോൺ വെർബൽ ക്യൂസ് നമുക്ക് ഡിസെപ്ഷൻ ഫൈൻഡ് ചെയ്യാൻ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മൈക്രോ എക്സ്പ്രഷൻസ്, ഇന്റർ ചാനൽ ഡിസ്ക്രപ്പൻസീസ്, ഐ കോണ്ടാക്ട്, എക്സാജറേറ്റഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഫ്ലീറ്റിംഗ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ് ഓർ ലെസ് ദാൻ സെക്കൻഡ്സ് നമ്മുടെ മുഖത്ത് കാണുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് ഇവൻറ്റിന് ശേഷം ക്വിക്ക്ലി വന്നു പോകുന്ന ചില ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവും. അത് എന്താണോ നമ്മുടെ ട്രൂ ഇമോഷൻ അതിനെ ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല, എങ്കിലും അത് റിവീലിംഗ് അബൌട്ട് ദെയർ ട്രൂ ഫീലിങ്സ് ആൻഡ് ഇമോഷൻ നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് മൈക്രോ എക്സ്പ്രഷൻ. ദെൻ ഇന്റർ ചാനൽ ഡിസ്ക്രപ്പൻസീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബേസിക് ചാനൽസ് നമ്മൾ ഐ കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു, സെൻഡ്, അത് അങ്ങനെ 2-3-4 കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ആള് ചിലപ്പോൾ അയാൾക്ക് അറിയായിരിക്കും കണ്ണ് നമ്മൾ ഈവൻ ദോ നമ്മൾ കളവാണ് പറയുന്നെങ്കിലും ഓക്കെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ കളവ് പറയുന്ന ഒരാൾ മനസ്സിലാക്കുകയാണ്. സോ ഞാൻ ചിലപ്പോൾ അവിടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. എങ്കിലും നമ്മൾ ഈ 2-3-4 ചാനൽസ് പറഞ്ഞു, അങ്ങനെ അതിലെല്ലാത്തിലും ഒരേ സമയം ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഇന്റർ ചാനൽ ഡിസ്ക്രപ്പൻസീസ്. ഏതെങ്കിലും ഒന്നിൽ അയാൾ പെടും. അതാണ് ഇന്റർ ചാനൽ ഡിസ്ക്രപ്പൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. These are inconsistency between non-verbal cues from different basic channels.
ദാറ്റ് ഇസ് ദെൻ ഐ കോണ്ടാക്റ്റ് ആണ്. ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നമ്മൾ കളവ് പറയുമ്പോൾ ഒരു ട്രൂത്ത് പറയുന്ന ഒരാളെക്കാളും കളവ് പറയുന്ന ഒരാളുടെ ബ്ലിങ്കിങ് ഓഫ് ഐസ് അതുപോലെ ബ്ലിങ്കിങ് ഓഫ് ഐസ് കൂടും. മാത്രമല്ല പ്യൂപ്പിൾ കൂടുതൽ ഡയലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരു കളവ് പറയുന്ന ആൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, കണ്ണിൽ നോക്കി സംസാരിക്കില്ല എന്നൊക്കെ. ഒരു അൺയൂഷ്വലി ലോ ലെവൽ ഓഫ് ഐ കോണ്ടാക്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് സ്റ്റിൽ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, സ്കിൽഡ് ആയിട്ടുള്ള കളവ് പറയുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ഐ കോണ്ടാക്ട്. പിന്നെയുള്ളത് എക്സാജറേറ്റഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. എന്താണ് ഒരു സന്തോഷം, ഒരാൾക്ക് എനിക്കിത് കിട്ടിയിട്ടോ ഓർ ഞാനിവിടെ ജയിച്ചുട്ടോ എന്ന് പറയുമ്പോൾ മറ്റയാൾ ഭയങ്കര സന്തോഷം കാണിക്കും. പക്ഷെ ഒരു ലിമിറ്റിനപ്പുറം സന്തോഷം കാണിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് ശരിക്കും സന്തോഷം ഇല്ല എന്നതിന്റെ സൂചനയാണ്. ദാറ്റ് ഇസ് ഒരു സിറ്റുവേഷനിൽ ടിപ്പിക്കലി ആൾക്കാർ ഫോളോ ചെയ്യുന്ന സന്തോഷത്തിനേക്കാളും സന്തോഷം ഓർ ദുഃഖത്തിനേക്കാളും ദുഃഖം ഒരാൾ കാണിക്കുകയാണെങ്കിൽ, ദാറ്റ് ഇസ് എക്സാജറേറ്റഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെ അതൊരു ഡിസെപ്ഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ എന്താണ് കളവ് പറയുന്ന ആൾക്കാരുടെ പിച്ച് ഓഫ് ദെയർ വോയിസ് റൈസ് ആവും, നല്ല നല്ല ശബ്ദത്തിൽ അവർ സംസാരിക്കുക. അത് പലപ്പോഴും നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനായിരിക്കും, ഞാൻ ഇതാണ് പറയുന്നത്, ഞാനും കൂടെ കേൾക്കണമല്ലോ ഞാൻ പറയുന്ന കളവ്, അതിനു വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ അവര് എന്താണ് ലോങ്ങർ ടു ബിഗിൻ, അവര് കുറച്ച് സെറ്റ് ചെയ്യണമല്ലോ മൈൻഡിൽ, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് ഇത് പറയണം. അതുകൊണ്ട് അവർ ബിഗിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ എന്താണ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി കാണിക്കും അവർ കളവ് പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡിസെപ്ഷൻ്റെ പറയാനുള്ളത്. അടുത്താണ് ആട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്ക് വേണോ അല്ലെങ്കിൽ ആട്രിബ്യൂഷൻ പറഞ്ഞിട്ട് മതിയോ? ഒരു 5 minute ബ്രേക്ക്. പറഞ്ഞോളൂ, ആര് പറഞ്ഞാലും ഇല്ല, എനിക്കറിയില്ല ആരാ പറയുന്നതെന്ന്. അക്ഷയ ഇപ്പൊ കൊടുക്കണോ? സ്റ്റുഡൻസ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആട്രിബ്യൂഷൻ പറയാം എന്നാല്. ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എല്ലായ്പ്പോഴും എന്താണ് ഇൻഫോംഡ് ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നമുക്ക് എല്ലാ കാര്യവും മനസ്സിലാവണം, എന്തുകൊണ്ട് ഇത് എന്ന് നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലാവണം. അത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ കോസസ് എന്താണ്, അതിന്റെ കാരണം എന്താണ്, അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന്റെ കോസ് എന്താണ്, ഞാനോ. അപ്പോൾ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാനോ മറ്റൊരാളോ ഓരോ ഒക്കേഷനിൽ ഇന്ന രീതിയിൽ പെരുമാറുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഒരു എഫേർട്ടിനെയാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ഇഫ് സംവൺ ആംഗ്രി ബിക്കോസ്, സോറി അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ബിക്കോസ് ദേ ആർ ബാഡ് ടെമ്പേർഡ് ഓർ ബിക്കോസ് ഓഫ് സംതിങ് ഹാപ്പൻഡ്. നമുക്ക് രണ്ട് തരത്തിൽ, ഒരാൾ ഭയങ്കരമായിട്ട് ചൂടാവാണ്, നമുക്ക് പറയാം അയാൾ അല്ലേലും അങ്ങനെയാണ്, അയാൾ ഒരു ചൂടനാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിലോ അയാളുടെ ദിവസം ഇന്ന് പോക്കേനു, അല്ലെങ്കിൽ അയാളോട് മറ്റേയാൾ തട്ടിക്കയറിയത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമുക്ക് എക്സ്റ്റേണലി അത് ഞാൻ പറയാം, ആട്രിബ്യൂഷൻ്റെ ടൈപ്പ് ഞാൻ പറയാം. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇത് തന്നെ മനസ്സിലായല്ലോ, ഹൗ ഓർഡിനറി പീപ്പിൾ എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് ഇവൻറ്റ്സ്. അതാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന തിയറീസ് ആണ് ഹെയ്ഡറിന്റെ തിയറി ഓഫ് ആട്രിബ്യൂഷൻ, കറസ്പോണ്ടൻസ് ഇൻഫറൻസ് തിയറി ബൈ ജോൺസൺ ഡാവിസ് ആൻഡ് കോസൽ ആട്രിബ്യൂഷൻ തിയറി ബൈ ആരായിരുന്നു, കെല്ലി. ഇതൊക്കെയാണ് വരുന്ന തിയറീസ്. അപ്പോൾ ഫ്രിറ്റ്സ് ഹൈഡർ ആണ് ഈ തിയറീസ് ഓഫ് ആട്രിബ്യൂഷന്റെ ഫാദർ എന്നൊക്കെ, പാനിയർ ഓഫ് ആട്രിബ്യൂഷൻ തിയറി ഫ്രിറ്റ്സ് ഹൈഡർ ആണ്. 1958 അയാളൊരു തിയറി കൊണ്ടുവന്നു ആട്രിബ്യൂഷനെ കൊണ്ട്. അപ്പൊ അതിൽ അയാൾ പറയുന്നത് പീപ്പിൾസ് try to make 2 types of attribution, that is dispositional attribution and situational attribution. ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ കോസസ് നമ്മൾ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് നമ്മൾ
ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും ആ കോഴ്സ്. ദാറ്റ് ഈസ് ഡിസ്പേഴ്സണൽ ആട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ ആങ്കർ ആകുന്നത് അത് അവൾ അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ, അല്ലെ പറയുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ. നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നു ഒരാളുടെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഒരു കാര്യവുമായിട്ടാണ് നമ്മളത് ആ ഒരു ബിഹേവിയറിന് കാരണം കണ്ടെത്തുന്നത്. ദാറ്റ് ഈസ് ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ. അവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേസമയം സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ ഓർ എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ കോസസ് ടു സം എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് അസൈൻ ചെയ്യാണ്. എന്തെങ്കിലും അയാളുടെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമായിട്ട്, അതിപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ വേറെ ആൾക്കാരിലേക്ക് ഓർ ചുറ്റുള്ള എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിനെയാണ് സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി മനുഷ്യന്മാർക്ക് ഉണ്ട്. അപ്പൊ അതാണ് തിയറി ഓഫ് ആട്രിബ്യൂഷൻ ബൈ ഫ്രിറ്റ്സ് ഹൈഡർ. പിന്നെ ഉള്ളത് കറസ്പോണ്ടൻസ് ഇൻഫറൻസ് തിയറി 1965 ജോൺസ് ആൻഡ് ഡാവിസ് കൊണ്ടുവന്ന തിയറിയാണ്. ഇത് പ്രീ ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ തിയറി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവര് this theory is concerned with how we decide on the basis of others' overt actions, whether they possess specific traits or dispositions likely to remain fairly stable over time. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരുടെ ഓവേർട്ട് ബിഹേവിയറിൽ നിന്നും കാര്യങ്ങൾക്ക് കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഡീൽ ചെയ്യുന്ന ഒരു തിയറിയാണിത്. അപ്പൊ അതിൽ ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ എന്താണ് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ഇന്ന രീതിയിൽ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് ഫ്രീ ചോയ്സ്. ഫ്രീ ചോയ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്നിനും ഉദാഹരണം പറയാം, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രീ ചോയ്സ് എന്ന് പറയുമ്പോൾ ഒരാള് നമ്മൾ കാണുകയാണ്, ഒരു കുട്ടി ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്, ഒരു ഡിബേറ്റ് നടക്കുകയാണ്. നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. ഒരു കുട്ടി എ എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ പറ്റി അതിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞു ടീച്ചർ ഓരോരുത്തർക്കും ഓരോ വിഷയം കൊടുത്താണ്, അല്ലെങ്കിൽ ടീച്ചർ ചെയ്തതാണ് ഈ കുട്ടിയെ ഈ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഗ്രൂപ്പിൽ ഇട്ടത് ടീച്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് പറയും, അത് അവരുടെ തന്നെ ട്രൂ ബിലീഫ് ആയിക്കൊള്ളണമെന്നില്ല. ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ട്രൂ ബിലീഫ് ആയിക്കൊള്ളണമെന്നില്ല, കാരണം ടീച്ചർ പറഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താണത്, എക്സ്റ്റേണലി നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാണ്. ഇനി എങ്ങനെയാണ് ഇന്റേണലി നടക്കുക, ദാറ്റ് ഇസ് പറയാം. അപ്പോൾ ഇന്റേണലി എങ്ങനെ നടക്കുക, നമ്മൾ മനസ്സിലാക്കുകയാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഷയം എടുത്തോ, അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിൽ കയറി, ആർഗ്യൂ ചെയ്യുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിൽ കയറി എന്ന് ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഗ്രൂപ്പിൽ വന്നാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ വന്നാണ്. സോ ഈ പറയുന്നത് അവരുടെ ട്രൂ ബിലീഫ് ആയിരിക്കാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അവിടെയാണ് ഫ്രീ ചോയ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നോക്കും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണോ, അല്ലെങ്കിൽ വല്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇതിൻ്റെ കൂടെ ഇൻവോൾവ്ഡ് ആണോ. അങ്ങനെയല്ല, അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ജോൺസ് ആൻഡ് ഡാവിസ് പറയുന്ന ഫ്രീ ചോയ്സ് എന്ന് പറഞ്ഞ ഫാക്ടർ. പിന്നെ അടുത്താണ് ലോ സോഷ്യൽ ഡിസൈറബിലിറ്റി. നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും വിചാരിക്കുന്നത് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടണം, അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നൊക്കെയല്ലേ. അപ്പോൾ ഒരാള് ബസ് കയറാണ്, സീറ്റിലിരിക്കുകയാണ്, അവിടെ എന്താണ് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, നോർമൽ, കാരണം സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സീറ്റിലിരിക്കും, അവിടെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത്. അതേസമയം നമ്മുടെ ടെൻഡൻസിയാണ് സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും. മാത്രമല്ല അവിടെ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യാനും ശ്രമിക്കും. ദാറ്റ് ഈസ്, ഒരാൾ ബസ് കയറാണ്, സീറ്റൊക്കെ ഉണ്ട്, അയാൾ എന്ത് ചെയ്തു, നിലത്തിരുന്നു. ദാറ്റ് ഈസ് ബസ്സിന്റെ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അതിലിരുന്നു.
അപ്പോൾ നമ്മൾ പറയും എന്താണ്, അയാൾ വളരെ ക്ലെംസിയാണ്, ഓർ അയാൾ അങ്ങനെയുള്ള ഒരാളാണ്, അയാൾക്ക് അതാണ് ഇഷ്ടം ഇരിക്കുന്നത് എന്നുള്ള ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തും. ദാറ്റ് ഈസ് ലോ സോഷ്യൽ ഡിസൈറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടും, എന്നാൽ സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ഷൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ദാറ്റ് ഈസ് മോർ ഇൻഫോർമേറ്റീവ് അബൌട്ട് ഇന്റൻഷൻസ് ആൻഡ് ഡിസ്പൊസിഷൻ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മൾ എന്താണ് സോഷ്യൽ ഡിസൈറബിലിറ്റി കുറഞ്ഞ കാര്യങ്ങൾക്കാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് ദാൻ സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ ഒരു ലോ സോഷ്യൽ ഡിസൈറബിലിറ്റി ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് നോൺ കോമൺ ഇഫക്റ്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാന് തന്റെ സ്പോസിനെ തെരഞ്ഞെടുക്കുകയാണ്. വളരെ എന്താണ്, അല്ലേ വേണ്ട, അത് വേണ്ട. എനിക്ക് ഒരു കോളേജിൽ, ഈ കേരളത്തിലെ തന്നെ 2 ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ്. ഉദാഹരണം പറയാൻ കേട്ടോ, 2 ഗവൺമെന്റ് കോളേജിൽ ഒന്നിച്ച് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ എന്താണ്, അവിടെ നമുക്കൊന്നും കാര്യമായിട്ടൊന്നുമില്ല, 2 കോളേജിൽ കിട്ടി, ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അതേസമയം എനിക്ക് ഇവിടെയുള്ള ഒരു കോളേജിലും ഒരു ഐസറിലോ അല്ലെങ്കിൽ NITയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഇവിടെയും കിട്ടുകയാണ്. അപ്പം ഞാൻ കേരളത്തിലെ കോളേജിൽ ചേർന്നാൽ അവിടെ ചിലപ്പോൾ നമുക്ക് പറയാം അവൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, കേരളത്തിന്റെ ആ ഒരു ഇതിൽ പഠിക്കാൻ. അത് നമുക്ക് ഏത് എക്സാമ്പിളും എടുക്കാം കേട്ടോ. മുംബൈയിൽ വീട് വെക്കുക, കേരളത്തിൽ വീട് വെക്കുക, അങ്ങനെ ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി ആ NITയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി അവൾ പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് നമ്മൾ ഇന്റേർണലി ആട്രിബ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അവരുടെ ഇഷ്ടം അതാണ് എന്ന് പറയാണ്. ദാറ്റ് ഈസ് നോൺ കോമൺ ഇഫക്റ്റ്. അതെങ്ങനെയാണ് വരുന്നത്? ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ അവിടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമില്ല, കോമൺ ഇഫക്റ്റ് ആണ്, 2 പഠിച്ചാലും ഏകദേശം ഒരേപോലെയാണ്. എന്നാൽ ഇവിടെ എഫക്റ്റ് മാറുന്നുണ്ട്. ഇപ്പം വീടിന്റെ കാര്യമാണെങ്കിൽ നഗരത്തിലും ഗ്രാമത്തിലും എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ള കാര്യമാണ്. സോ അവിടെ കോമൺ ഇഫക്റ്റില് അവിടെ കോമൺ അല്ല ഇഫക്റ്റ്. അപ്പൊ പറയുന്നത് വെച്ചാൽ നമുക്ക് ഏതൊരു കാര്യത്തിലും ഒരു ആക്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ചോയ്സും ഒരു ഓൾട്ടർനേറ്റീവ് ചോയ്സും ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ചോയ്സും ഓൾട്ടർനേറ്റീവ് ചോയ്സും തമ്മിൽ എത്രത്തോളം അന്തരം കൂടുന്നോ, ദാറ്റ് ഈസ് വ്യത്യാസം കൂടുന്നോ, അത്രത്തോളം ഇയാൾ സെലക്ട് ചെയ്ത കാര്യം ഇയാളുടെ ഇന്റേണലി അല്ലെങ്കിൽ ട്രൂ ബിലീഫിനെ കാണിക്കുന്നതാണ് എന്നതാണ് ഈ ജോൺസൺ ഡാവിസ് പറയുന്നത്. The more distinctive the consequences of a choice, the more confidentially one can infer intentions and disposition. That is non-common effect. ആർക്കെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആയി എനിക്ക് തന്നെ തോന്നുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ ചോദിച്ചോ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ അടുത്തത് എക്സ്പെക്റ്റൻസി ആണ്. നമ്മളെല്ലായ്പ്പോഴും നമുക്ക് ചില എക്സ്പെക്ടേഷൻ ഉണ്ടാവും. 2 തരത്തിലുള്ള എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. കാറ്റഗറി ബേസ്ഡ് എക്സ്പെക്ടേഷനും ടാർഗറ്റ് ബേസ്ഡ് എക്സ്പെക്ടേഷനും. ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ട് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓർ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടതൊക്കെ കണ്ട് നമ്മൾ ചില എക്സ്പെക്ടേഷൻ വെക്കും. ദാറ്റ് ഇസ് കാറ്റഗറി ബേസ്ഡ് എക്സ്പെക്ടേഷൻ ഓർ എക്സ്പെക്ടൻസീസ്. ദെൻ ടാർഗറ്റ് ബേസ്ഡ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിറൈവ് ഫ്രം നോളജ് അബൌട്ട് എ പെർട്ടിക്കുലർ പേഴ്സൺ. ഒരാളിലേക്കുള്ള നമ്മുടെ എക്സ്പെക്ടേഷനാണ് ടാർഗറ്റ് ബേസ്ഡ് എക്സ്പെക്ടേഷൻ ഓർ എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെൻഡൻസി, മനുഷ്യന്മാരുടെ ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടൻസിനെ ഡിസ്കൺഫേം ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലും ഇന്റേണലി ആട്രിബ്യൂട്ട്, അയാളുടെ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഉദാഹരണം പറയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഭയങ്കര വയലന്റ് ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പെക്ടേഷനിൽ ഞാൻ പോവാണ്, എനിക്ക് അതിൽ നിന്നുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ ഞാൻ എന്താണ് വിചാരിക്കുക, ഇയാളുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെയാണ്, പക്ഷെ ഇയാൾ ഇങ്ങനെയല്ല, ഇയാൾ നല്ലതാണ് എന്ന് നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. ഇനി അയാൾ വയലന്റ് ആയിരുന്നെങ്കിലോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല, കാരണം എനിക്ക് അറിയാലോ അവര് വയലന്റ് ആണ്. അതാണ് എക്സ്പെക്ടൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില എക്സ്പെക്ടേഷൻസ് ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ പെർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ വെക്കും. അതിനെ കൺഫേം ചെയ്ത് പോകുന്ന കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അവിടെ വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ ഡിസ്കൺഫേം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അയാളുടെ ട്രൂ നേച്ചർ ആണ് അത് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതാണ് എക്സ്പെക്ടൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജോൺസൺ ഡാവിസിന്റെ തിയറി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് അല്ലെ എങ്ങനെയൊക്കെയാണ് ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന
ഒരു തിയറിയാണ്. ഡിസ്ക്രീറ്റ് ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ തിയറി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ടും 4 ഫാക്ടേഴ്സ് ആണ് അതിൽ വരുന്നത്. അത്രയാണ് ജോൺസൺ ഡാവിസിന്റെ തിയറിനെ കൊണ്ട് പറയാനുള്ളത്. അടുത്ത തിയറിയാണ് കോസൽ ആട്രിബ്യൂഷൻ തിയറി ബൈ കെല്ലി. 1973 വന്ന തിയറിയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞത് ഇതിന്റെ വേറൊരു പേരാണ് കേട്ടോ കോവാരിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ കെല്ലി പറഞ്ഞത് മനുഷ്യന്മാര് എന്താണ് ഈ ആട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സയന്റിസ്റ്റിനെ പോലെയാണ് പെരുമാറുക. അവര് പല കാര്യങ്ങളും അക്കൗണ്ടിലെടുക്കും, പല കാര്യങ്ങളും എന്തിലെടുക്കാന്നാ പറയാ, പല കാര്യങ്ങളും എടുത്തിട്ട് അതിനെ ഒക്കെ നോക്കിയിട്ടാണ്, അതിന്റെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നൊക്കെയാണ് കെല്ലി പറയുന്നത്. മെയിനായിട്ടും എന്താണ് 3 കൈൻഡ് ഓഫ് എവിഡൻസ് ആണ് നമ്മൾ എടുക്കുക എന്നാണ് അയാൾ പറയുന്നത്. അതാണ് ഈ പറഞ്ഞ കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കെല്ലി പറയുന്നത് എന്തുകൊണ്ട്, വൈ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം അവിടെ ക്വസ്റ്റ്യന് അവിടെ ഇങ്ങനെ നിൽക്കും. നമ്മൾ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ നമ്മൾ ഇത്തരത്തിലുള്ള 3 കാര്യങ്ങൾ, ഈ പറഞ്ഞ കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്റേണലി ഓർ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഓരോന്നും പറയാം. കൺസെൻസസ് എന്ന് പറയുമ്പോൾ ദ എക്സ്റ്റെന്റ് ടു വിച്ച് other people react to a given stimulus or even in the same manner as the person we are considering. അത് നമുക്ക് ആദ്യം ഒരു ഉദാഹരണം എടുക്കാം. ആ ഒരു ഉദാഹരണത്തിൽ ഈ 3 ഫാക്ടറും പറഞ്ഞു പോവാം. ഒരാള് ഒരു ഹോട്ടലിൽ ഒരു എന്താ പറയാ വെയിറ്റർ ഒരു ലേഡിയായിട്ട് നമ്മൾ ഫ്ലേർട്ട് ചെയ്യുന്ന കാണാണ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഈ കൺസെൻസസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും, ദാറ്റ് ഈസ് എക്സ്റ്റെന്റ് ടു വിച്ച് അതർ പീപ്പിൾ റിയാക്ട് ടു എ സ്റ്റിമുലസ്. ഇവിടെ സ്റ്റിമുലസ് എന്താണ്, ഈ ലേഡിയാണ്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വെയിറ്റർ ആണ്. അപ്പോൾ കൺസെൻസസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ, ദാറ്റ് ഈസ് അതർ വെയിറ്റേഴ്സും ഇതേപോലെയാണോ പെരുമാറുന്നത് അല്ലയോ, ദാറ്റ് ഈസ് കൺസെൻസസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും ഇതേപോലെ ഫ്ലേർട്ട് ചെയ്യാണ് ഇവരോട് അല്ലെങ്കിൽ വേറെ ആൾക്കാരോട്. നമ്മൾ ഇവരോട് തന്നെ നോക്കാം, നമ്മൾ ഇവരെ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ വെയിറ്ററും ഫ്ലേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇന്റേണലി അല്ല ആട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവരും ചെയ്യുന്നു, അയാളും ചെയ്യുന്നു, നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. അതേസമയം കൺസെൻസസ് കുറവാണെന്ന് കരുതിക്കോ, ദാറ്റ് ഈസ് മറ്റുള്ള ആരും ചെയ്യുന്നില്ല, ഇയാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ അത് അയാളുടെ സ്വഭാവമായിട്ട് കണക്കാക്കും. ഇനി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, the extent to which the person is in question react to the stimulus in same way in other occasions also. That is, ഈ ഒരു ലേഡീനെ വേറെ ഒരു പാർട്ടിയിൽ നിന്ന് അയാൾ കാണാണ്, വേറൊരു വെഡ്ഡിങ്ങിലോ വേറൊരു സ്ഥലത്ത് അയാൾ കാണുമ്പോൾ ഈ വെയിറ്റർ ഇതേപോലെയാണോ പെരുമാറുന്നത് അല്ലയോ, അതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾ അപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്ന് കരുതിക്കോ. വേറെ സ്ഥലത്ത് ഈ ലേഡീനെ കാണുമ്പോൾ അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും, ഇയാൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇയാളൊരു ഫ്ലേർട്ട് ചെയ്യുന്ന ആളാണ്. അതേസമയം അങ്ങനെയല്ല, ഇയാൾ ഇവിടുന്ന് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലോ നമ്മൾ അത്തരത്തിലൊരു കൺക്ലൂഷനിൽ എത്തില്ല. ഇനി അടുത്തത് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ പേഴ്സൺ റിയാക്ട് ഇൻ ദ സെയിം വേ ടു ദ അതർ ഡിഫറെന്റ് സ്റ്റിമുലി ഓർ ഇവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ പേഴ്സൺ റിയാക്ട്സ് ഇൻ ദ സെയിം മാനർ ടു അതേഴ്സ് ഡിഫറെന്റ് സ്റ്റിമുലി ഓർ ഇവന്റ്. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഇയാള് മറ്റുള്ള ലേഡീസിൻ്റെയോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്, ഓക്കെ, ടു അതേഴ്സ് ടു ഡിഫറെന്റ് സ്റ്റിമുലൈ ഓർ ഇവന്റ്. അതാണ് ഡിസ്റ്റിങ്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സോറി കേട്ടോ, ഞാൻ കൺസിസ്റ്റൻസി എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഈ ഒരു ലേഡീനെ കാണുമ്പോൾ ഇവരിങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്, അതാണ് കൺസിസ്റ്റൻസി. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഈ ലേഡിയോട് മാത്രമാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോടും ഇയാൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ്നെസ്. അപ്പോൾ ഡിസ്റ്റിങ്റ്റീവ്നെസ് എങ്ങനെയാണ് നമ്മുടെ കേസിൽ വരുന്നതെന്ന് വെച്ചാൽ, ഇയാള് ഇവിടെ ഡിസ്റ്റിങ്റ്റീവ്സ് കുറവാണെന്ന് കരുതിക്കോളൂ, അയാള് എല്ലാവരോടും അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അവിടെ ഈ ഒരു ലേഡീൻ്റോട് മാത്രമാണ്, ബാക്കി ആൾക്കാരോടൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഡിസ്റ്റിങ്റ്റീവ്നെസ്
കൂടുതലാണ് അല്ലെ. ഇനി ഡിസ്റ്റിങ്റ്റീവ്നെസ് കുറവാകാന്ന് പറയുമ്പോഴെന്താണ്, ഈ ഒരു ലേഡിയെ മാത്രം അയാൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണുന്നില്ല, എല്ലാവരോടും ചെയ്യാണ്. അതാണ് ഈ ഒരു കേസിൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെല്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി കൂടുകയും ഡിസ്റ്റിങ്റ്റീവ്നെസ് കുറയുകയും കൺസെൻസസും കുറയുകയും ചെയ്യുമ്പോഴാണ് ഒരാളെ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ഈ ഒരു കേസിലാവുമ്പോൾ അയാൾ എല്ലായ്പ്പോഴും ഈ ലേഡിയെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും, ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി കൂടിയിട്ടോ, ബാക്കിയുള്ള ആൾക്കാരൊന്നും ചെയ്യുന്നില്ല, ഇയാൾ മാത്രമാണ് ഫ്ലേർട്ട് ചെയ്യുന്നത്. കൺസെൻസസ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഡിസ്റ്റിങ്റ്റീവ്നെസ് കുറയാന്ന് വെച്ചാൽ എന്താണ്, അയാൾ ഈ ലേഡിയോട് മാത്രമല്ല ചെയ്യുന്നത്, ബാക്കിയുള്ള ലേഡീസിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് കുറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ 3 കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യാന്നാണ് പറയുന്നത് കെല്ലി. ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോ പ്രോബ്ലം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. ഇതാ ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എക്സാമ്പിൾ വെച്ച് പറയണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഡൗട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയോ. ഡൗട്ടില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അതാണ് കെല്ലിയുടെ കൊവാരിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. മെയിനായിട്ടും കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസെൻസസ്, ഈ 3 കാര്യങ്ങളും നമ്മൾ നോക്കും. കൺസിസ്റ്റൻസി കൂടുകയും ഡിസ്റ്റിങ്റ്റീവ്നെസ്സും കൺസെൻസസും കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ആണ് ആട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് കെല്ലി പറയുന്നത്. ഇനി നമ്മുടെ ആട്രിബ്യൂഷനിൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓർ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില എറേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കറസ്പോണ്ടൻസ് ബയസ് ഓർ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയും. അത് വെച്ചാൽ നമുക്കറിയാം അവിടെ ഒരു എക്സ്റ്റേണലി അയാൾക്കൊരു ഫാക്ടർ വരുന്നുണ്ട്, ഓർ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടർ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിയാണ്. എന്നിട്ടും ഞാൻ അയാളെ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ കറസ്പോണ്ടൻസ് ബയസ് എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ ഫ്രണ്ടും ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ കമ്പൈൻ സ്റ്റഡി നടത്താണ്. അപ്പോൾ ഒരാളോട് എൻ്റെ പേപ്പറിൽ കോഫി ഒഴിച്ചു പോയി, ഒരു തട്ടി മറിഞ്ഞു പോയി. അപ്പോൾ എനിക്കറിയാം അത് തട്ടിപ്പോയതാണ്, എങ്കിലും പലപ്പോഴും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം നമ്മളത് ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അയാളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ബിക്കോസ് എൻ്റെ പേപ്പർ ഒഴിവാക്കിയാലും ഞാൻ പഠിക്കില്ല, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം അല്ലെ. പലപ്പോഴും ആൾക്കാരോട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് അവിടെ ക്ലിയർ ആണ് ഇയാൾ എക്സ്റ്റേണലി ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എങ്കിലും നമ്മൾ അത് ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് കറസ്പോണ്ടൻസ് ബയസ് എന്ന് പറയുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആണ് അയാൾ എന്ന് നമ്മളങ്ങ് ലാബിൽ ചെയ്ത് കളയുന്നതിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അടുത്തത് ആക്ടർ ഒബ്സർവർ എഫക്റ്റ് ആണ്. ഇത് ഇവിടെ ആക്ടർ ഒബ്സർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം സിറ്റുവേഷനിൽ ഞാൻ ആക്ടറായി ഒരാളെ വെച്ച് പറയാം. ഒരു സിറ്റുവേഷനിൽ ഒരാൾ നടന്നു പോവാണ്, അപ്പം അയാൾ വീണു. അപ്പം അയാൾ എന്ത് പറയും, വഴിയിൽ ഒരു കല്ലുണ്ടായിരുന്നു, ഓർ ആരോ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നോക്കിയതാണ്, അങ്ങനെ പല കാരണങ്ങൾ അയാൾക്കുണ്ടാവും. അയാൾ ഇന്റേണലി അവിടെ ആട്രിബ്യൂട്ട് ചെയ്യേയില്ല, എക്സ്റ്റേണലി മാത്രമേ അയാൾ ആട്രിബ്യൂട്ട് ചെയ്യും. ഇതേ സിറ്റുവേഷനിൽ അയാൾ ഒബ്സർവർ ആണെന്ന് കരുതിക്കോ. ഈ പറഞ്ഞ എക്സാമ്പിൾ അയാൾ ആക്ടറാണ് അല്ലെ, അയാളുടെ ബിഹേവ് ചെയ്യുന്ന ആളാണ്, ആക്ട് ചെയ്യുന്ന ആളാണ്. ഇനി അയാൾ ഒബ്സർവർ ആണ്, ദാറ്റ് ഈസ് വേറൊരാളാണ് അങ്ങനെ വീണത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ് പറയാ, വീണ ആള് മൊബൈൽ നോക്കിക്കൊണ്ട് പോയതാണ്, അയാൾ ക്ലംസി ആണ്, അങ്ങനെ എന്തെങ്കിലും പറയും. ഇതാണ് ആക്ടർ ഒബ്സർവർ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആക്ടർ ആയിരിക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മൾ അത് എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം വേറൊരാളായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് നമ്മൾ ഒബ്സർവറും വേറൊരാളാണ് ആക്ടർ എങ്കിൽ അയാളെ നമ്മൾ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ആക്ടർ ഒബ്സർവർ എഫക്റ്റ്. പിന്നെയുള്ളതാണ് സെൽഫ് സെർവിങ് ബയാസ്. സെൽഫ് സെർവിങ് ബയസ് എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരാൾ
ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അയാൾ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ പരീക്ഷയ്ക്ക് ജയിച്ചതോ പരീക്ഷയ്ക്ക് ഞാൻ ടോപ്പർ ആയത് ഞാൻ പഠിച്ചതുകൊണ്ടാണ്, ഞാൻ എനിക്ക് മാർക്ക് കുറഞ്ഞത് ഓർ ഞാൻ ഫെയിൽ ആയത് പരീക്ഷ ടഫ് ആയതുകൊണ്ടാണ്, ടീച്ചർമാർ അങ്ങനെ ആയതുകൊണ്ടാണ്, ടീച്ചർമാർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇതിനെയാണ് സെൽഫ് സെർവിങ് ബയസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ സെർവ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മളൊരു എന്താണ് ഒരു നല്ല പൊസിഷനിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് സെൽഫ് സെർവിങ് ബയസ്. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്റേണലിയും ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എക്സ്റ്റേണലിയും ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പഠിച്ചിട്ടും എക്സാമിന് ചിലപ്പോൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലേലും ഞാൻ അങ്ങനെയാന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമ്മുടെ കോൺഫിഡൻസ് കുറയാണ് ചെയ്യുന്നത്. ഈ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ നേരെ എന്താണ് ഉൾട്ട സെൽഫ് ഡിപ്ലീറ്റിംഗ് ബയസ് എന്ന് പറയും. അവര് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എപ്പോഴും എക്സ്റ്റേണലി അത് ലക്കി ആയതുകൊണ്ടാണ്, അത് മറ്റേ ആളെ കൊണ്ടാണ് എന്നൊക്കെയും. എന്നാൽ ചീത്തയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അവർ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോൾ ഞാൻ അല്ലേലും അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, ഞാൻ ചെയ്തതുകൊണ്ടാണ് എന്നാണ് അവർ ആട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് പലപ്പോഴും തെറപ്പീസിലൊക്കെ ഈ ഒരു സെൽഫ് സെർവിങ് ബയസസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഒരു ലിമിറ്റിന്റെ അപ്പുറം സെൽഫ് സെർവിങ് ബയസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവുമാണ്. അപ്പോൾ ഇതാണ് എറേഴ്സ് ഓഫ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 minutes ബ്രേക്ക് തരാൻ തോന്നുന്നു. ഒരു 5 minutes 5 minutes തരട്ടെ? ആർക്കെങ്കിലും വേണ്ടാന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തീർക്കാം. 5 minutes ബ്രേക്ക് തരാം എന്തായാലും. ഓക്കെ. ഫൈവ് 5:22 തുടങ്ങും കേട്ടോ. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റുഡൻസിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം കേട്ടോ.